പലപ്പോഴും തെറ്റായിട്ട് വ്യാഖ്യാനിക്കുന്ന അല്ലെങ്കിൽ ആൾക്കാർ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. സൈക്കോളജി പറയുന്നുണ്ട്, സൈലൻസ് എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ്. നിങ്ങളത് പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും സാഹചര്യം വരുമ്പോൾ, ഒരു മോശം സാഹചര്യത്തിൽ നിങ്ങൾ സൈലൻ്റ് ആയിട്ട് ഇരിക്കുക എന്ന് പറയുന്നത് നിങ്ങളുടെ മെൻ്റൽ കപ്പാസിറ്റി അത് അത്രയ്ക്കും വലിയതായിട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് എന്നുള്ള രീതിയിൽ. പക്ഷേ പല സാഹചര്യങ്ങളിലും ആൾക്കാർ ഒരു പ്രശ്നം ഉണ്ടാകുന്ന ഒരു സമയത്ത് മിണ്ടാതിരിക്കുക എന്ന് പറയുന്നത് ഒരു പക്ഷേ അവർക്ക് അവരുടെ ഇമോഷൻസ് എങ്ങനെ എക്സ്പ്രസ് ചെയ്യണം എന്ന് അറിയാത്തത് കൊണ്ടായിരിക്കാം. ഇവരൊന്നും മിണ്ടാതിരിക്കുന്നത് കൊണ്ട് തന്നെ ആ സിറ്റുവേഷൻ വളരെയധികം മോശമാവാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം ഓപ്പോസിറ്റുള്ള ആൾ ഇതൊക്കെ ഇങ്ങനെ പറയുകയും അല്ലെങ്കിൽ വളരെ വലിയ രീതിയിൽ കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇവരുടെ ഭാഗത്തുനിന്ന് ഒന്നും തന്നെ മിണ്ടാതിരിക്കുക എന്ന് പറയുന്നത് മറ്റേയാളെ സംബന്ധിച്ച് വളരെയധികം ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും. ഇതുപോലെ തന്നെ പലപ്പോഴും ഇമോഷൻസ് ഉള്ളിലേക്ക് സപ്രസ് ചെയ്യാന്ന് പറയുമ്പോൾ പിന്നീട് അത് ഒരുപാട് നാൾ ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ പിന്നീട് വലിയ രീതിയിൽ അത് അവരുടെ ബിഹേവിയറിലും അവരുടെ ഫിസിക്കൽ ബോഡിയിലും ഒക്കെ തന്നെയും അത് നമുക്ക് കാണാൻ സാധിക്കും, വലിയ പ്രശ്നങ്ങളായിട്ട്. ചില സമയങ്ങളിൽ സൈലൻസ് ആയിരിക്കാം ബെറ്റർ, പക്ഷെ ചില സമയങ്ങളിൽ നല്ല രീതിയിൽ എക്സ്പ്രസ് ചെയ്യുക അല്ലെങ്കിൽ നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ട് വളരെ ഹാർഷായിട്ട് എക്സ്പ്രസ് ചെയ്യുക, ഇമോഷനെ പുറത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതായിരിക്കും റൈറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ അത് ഓരോ സാഹചര്യം അനുസരിച്ചിട്ടുള്ള കാര്യമാണ്. അല്ലാണ്ട് എവറി ടൈം എല്ലാ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിലും നിങ്ങൾ സൈലൻസ് തന്നെ കീപ്പ് ചെയ്യണമെന്ന് പറയുമ്പോൾ അത് വളരെ മോശമായിട്ടുള്ള ഒരു സാഹചര്യമായിരിക്കും നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇമോഷൻസിനെ നിങ്ങൾ സപ്രസ് ചെയ്യുക, ഉള്ളിലേക്ക് കൊടുക്കുക ഒന്നുമല്ല വേണ്ടത്. വളരെ നല്ല രീതിയിൽ നമ്മളത് എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള അതിൻ്റെ വഴി എന്ന് പറയുന്നത്.